സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കിതാബ് ഉൽ റഹ്ല എന്ന പ്രശസ്തമായ ഗ്രന്ഥം ആരുടേതാണ്? കിതാബ് ഉൽ റഹ്ല എന്ന പ്രശസ്തമായ ഗ്രന്ഥം ആരുടേതാണ്? ഇബൻ ബത്തൂത്തയാണ്. ഇബൻ ബത്തൂത്ത. കേരള സ്കോട്ട് എന്നറിയപ്പെട്ട എഴുത്തുകാരൻ. കേരള സ്കോട്ട് എന്ന് അറിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. ദേശീയപാത 966 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ദേശീയപാത 966 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫറോക്കിനെയും പാലക്കാടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ദേശീയപാത 966 ബന്ധിപ്പിക്കുന്നത് ഫറോക്ക്, പാലക്കാട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. പയ്യന്നൂരിൽ വെച്ച് നടന്ന 4ാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ചാണ് എന്ന് ചോദിക്കാം. എവിടെയാണ്? പയ്യന്നൂരിലാണ്. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷനായതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത ചോദ്യം, ഏത് മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. ആരവല്ലി. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് മാളവികാഗ്നിമിത്രം കാളിദാസൻ, അമരകോശം അമരസിംഹൻ, മുദ്രാരാക്ഷസം വരാഹമിഹിരൻ, മൃച്ഛകടികം ശൂദ്രകൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡി ഏത് എന്നാണ്. തെറ്റായ ജോഡി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള ജോഡി. 3 ഏതാണ്? മുദ്രാരാക്ഷസം. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം വിശാഖദത്തന്റെ കൃതിയാണ്. വിശാഖദത്തന്റെ സംസ്കൃതത്തിൽ എഴുതിയ ഒരു ചരിത്ര നാടകമാണ് മുദ്രാരാക്ഷസം. അപ്പൊ മുദ്രാരാക്ഷസം ആരുടേതാണ്? വിശാഖദത്തൻ. അപ്പൊ മാളവികാഗ്നിമിത്രം കാളിദാസന്റെ കൃതിയാണ്. അമരകോശം അമരസിംഹൻ, മൃച്ഛകടികം ശൂദ്രകൻ. 4 പേരും കൃതിയും ഓർത്തു വയ്ക്കും. അടുത്ത ചോദ്യം നോക്കാം. ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ആര്? ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ശ്രീബുദ്ധനാണ്. ഓപ്ഷൻ സി ശ്രീബുദ്ധൻ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ഓപ്ഷൻ സി ആണ് മൊറാർജി ദേശായി. മൊറാർജി ദേശായി. 1931 38 ദിവസം നീണ്ടുനിന്ന യാചനായാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? 1931 38 ദിവസം നീണ്ടുനിന്ന യാചനയാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക.
നാഥുല ചുരം സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ശരിയാണ്. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ശരിയാണ്. കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ശരിയാണ്. ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന തന്നിരിക്കുന്നത് എന്താണ്? കൃഷ്ണ നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നുമാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായിട്ട് ത്രിവർണ പതാക അംഗീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ലാഹോർ സമ്മേളനമാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ലാഹോർ സമ്മേളനം നടന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായ വർഷം 1956 ആണ്. 1956. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗം ഉണ്ടാകുന്നത്? ചിലപ്പോൾ റിക്കറ്റ്സ് എന്നായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ കണ എന്നായിരിക്കും തരുന്നത്. അപ്പോൾ രണ്ടുപേരും ഓർത്ത് വയ്ക്കണം. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ ഡി. മനുഷ്യ ഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര്. മനുഷ്യ ഹൃദയത്തിൻ്റെ ആവരണത്തിൻ്റെ പേര് പെരികാർഡിയമാണ്. ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരികാർഡിയം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1921 വാഗൺ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പര്യവേക്ഷണ പേടകമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1921 വാഗൺ ദുരന്തത്തെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്ര പര്യവേക്ഷണ പേടകമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയാണ്. ഇമെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഇമെയിൽ കണ്ടുപിടിച്ചത് ഓപ്ഷൻ ഡി ആണ്. റേ ടോംലിൻസൺ ആണ് ഇമെയിൽ കണ്ടുപിടിച്ചത്. റേ ടോംലിൻസൺ. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിഷപ്പ്. ചെസ് ആണ്. ഓപ്ഷൻ സി ചെസ്. ആർത്രൈറ്റിസ് ഡാഷിനെ ബാധിക്കുന്ന രോഗമാണ്. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെയാണ്. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെയാണ്. താഴെ പറയുന്നതിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാഡ്മിയം, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയാണ്. ഇതിൽ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് കാഡ്മിയമാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയെല്ലാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? താപ്തി, ഗോദാവരി, നർമ്മദ, കാവേരി. ഇതിൽ അറബിക്കടലിൽ പതിക്കുന്നത് ഏതൊക്കെ നദികളാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3 മാത്രമാണ്. 1, 3. താപ്തി നദിയും നർമ്മദ നദിയും അറബിക്കടലിലാണ് പതിക്കുന്നത്. താപ്തി, നർമ്മദ എന്നീ നദികൾ പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇനി ഗോദാവരി, കാവേരിയും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഗോദാവരി, കാവേരി എന്നിവ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയ വർഷം. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അരങ്ങേറിയത്
1932 1932. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1905 ജനുവരി 11 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു 1869 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. തൂലികാനാമം ചാണക്യൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 എന്നിവ ശരിയാണ്. ചാണക്യൻ എന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാ നാമമായിരുന്നു ചാണക്യൻ എന്നത്. ശരിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ശരിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് 1869 എന്നാണ്. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889 ആണ്. 1889 നവംബർ 14 അലഹബാദിൽ ജനിച്ചു. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ആണ്. റാൻ ഓഫ് കച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? അനി ബസന്റ്. ഓപ്ഷൻ എ അനി ബസന്റ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ജീവകം ഏതാണ്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ജീവകം ഇ ആണ്. ജീവകം ഇ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് K2 ആണ്. മൗണ്ട് K2 ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും അറിയപ്പെടുന്നത്. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. അടുത്ത ചോദ്യം, വാടിയ പൂക്കൾ അതിലെ ജലം തളിക്കുമ്പോൾ പൂർവാവസ്ഥയിൽ എത്തുന്നതിന് പിന്നിലുള്ള പ്രതിഭാസം എന്താണ്? വാടിയ പൂക്കളിൽ ജലം തളിക്കുമ്പോൾ പൂർവാവസ്ഥയിൽ എത്തുന്നതിന് പിന്നിലുള്ള പ്രതിഭാസമാണ് ഉത്തരം ഓപ്ഷൻ എ വൃദ്ധി വ്യാപനം, ഓസ്മോസിസ്. വൃദ്ധി വ്യാപനം, ഓസ്മോസിസ് എന്നതാണ് വാടിയ പൂക്കളിൽ ജലം തളിക്കുമ്പോൾ പൂർവാവസ്ഥയിൽ എത്തുന്നതിനുള്ള കാരണം. ഓസ്മോസിസ്. താപനില വർദ്ധിക്കുന്നതിന് അനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലയത്വത്തിന് എന്ത് സംഭവിക്കുന്നു? താപനില വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് വാതകങ്ങൾക്ക് ദ്രാവകത്തിലുള്ള ലയത്വത്തിന് എന്ത് സംഭവിക്കുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്നു. വൈദ്യുത രാസ സെല്ലുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ചില മേഖലകളിൽ ശരിയായത് ഏത്? വൈദ്യുത രാസ സെല്ലുകൾ. ഇവിടെ തന്നിരിക്കുന്നു ലായനികളുടെ pH മൂല്യനിർണ്ണയം, ലയത്വ ഗുണനാങ്കം കണ്ടുപിടിക്കാൻ, പൊട്ടൻഷ്യോമെട്രിക് അനുമാപനങ്ങൾക്ക്. ഇവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം. കലാമിൻ എന്ന അയിരിന്റെ രാസസൂത്രം. കലാമിൻ എന്ന അയിരിന്റെ രാസസൂത്രം ZnCO3 ആണ്. ZnCO3. കലാമിൻ എന്ന അയിരിന്റെ രാസസൂത്രമാണ് ZnCO3. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കുന്നതിനായിട്ട് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പ്രസ്ഥാനത്തിന്റെ പേര് നവധാന്യ. രൂപീകരിച്ചത് ആരാണ്? വന്ദന ശിവയാണ്. വന്ദന ശിവ. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി.
ഫെയിം ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫെയിം ഇന്ത്യ. 2015 ഏപ്രിൽ 1. 2015 ഏപ്രിൽ 1 ഫെയിം ഇന്ത്യ. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ഭാഗം 3 മൗലിക അവകാശങ്ങൾ. കേരളത്തിൽ സേവന അവകാശ നിയമം നിലവിൽ വന്ന വർഷം. സേവന അവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 2012 നവംബർ 1. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കണ്ണൂർ. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത 1 ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് തിരൂർ ബേപ്പൂർ റൂട്ടിലാണ്. തിരൂർ ബേപ്പൂർ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടന്ന കീഴരിയൂർ ബോംബ് കേസ് നടന്നത് ഇന്നത്തെ ഏത് ജില്ലയിലാണ്? കീഴരിയൂർ ബോംബ് കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നടന്നത് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ അറബിക്കടലാണ്. അറബിക്കടൽ. ആരാച്ചാർ എന്ന മലയാള നോവൽ രചിച്ചത് ആര്? ആരാച്ചാർ KR മീരയാണ്. KR മീര. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് എന്ന്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത് 1947 ജൂലൈ 18 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് രൂപം നൽകിയത്. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ഓപ്ഷൻ ഡി ലൈഫ്. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. വീട്ടുവളപ്പിൽ തന്നെ ചന്ദനം, ഈട്ടി, തേക്ക് എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ഏതാണ്? സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗോൾഡൻ ട്രിനിറ്റി എന്നത്. ഗോൾഡൻ ട്രിനിറ്റി എന്താണ്? വീട്ടുവളപ്പിൽ തന്നെ ചന്ദനം, ഈട്ടി, തേക്ക് എന്നീ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗോൾഡൻ ട്രിനിറ്റി എന്നത്. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഓർക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്